ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും ഒരു വാർത്ത വരുന്നു. താമരശ്ശേരി വെളിമണ്ണയിൽ യുവാവിന്റെ പരാക്രമം. മോഷ്ടിച്ച പിക്കപ്പ് വാൻ ഉപയോഗിച്ച് കാർ ഇടിച്ചു തകർത്തു. വെളിച്ചെണ്ണ മില്ലിനും തീയിട്ടു. പിന്നെ എന്തോന്നടേ, മങ്ങാടുള്ള പെട്രോൾ പമ്പിൽ നിന്നും മറ്റൊരു വാഹനവും യുവാവ് മോഷ്ടിച്ചു. വെളിമണ്ണ സ്വദേശി അബ്ദുൾ റസാഖാണ് ആക്രമണം നടത്തിയത്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. താമരശ്ശേരി വെളിമണ്ണയിലാണ് മോഷ്ടിച്ച ഒരു വാൻ ഉപയോഗിച്ച് ഒരു കാറ് ഇടിച്ചു തകർത്തു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. യുവാവിന്റെ പരാക്രമം, യുവാവിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇയാളുടെ പേര് അബ്ദുൾ റസാഖ് എന്നാണ്. വെളിമണ്ണ സ്വദേശിയാണ്. ഒരു വെളിച്ചെണ്ണ മില്ലിനും തീയിട്ടിട്ടുണ്ട്. ഒരു പ്രതികരണമുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. വണ്ടി നമ്മൾ ഫ്രണ്ട് എയർപോർട്ട് അടുത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയത് തന്നെ. അപ്പോൾ രാത്രി വൈകിട്ട് ഈ റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ്. അതിനുശേഷമാണ് ഇതൊരാൾ വന്ന് പിടിച്ചിട്ട് തെറിപ്പിച്ച് ഈ സൈഡിലേക്ക് ആക്കിയിട്ടത്. ശേഷം അയാൾ വെളിമണ്ണുള്ള വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം വണ്ടി മങ്ങാട് പമ്പിൽ കൊണ്ടുവരുന്നത്. ഈ വണ്ടി അവിടെ വെച്ചിട്ട് വേറൊരു വണ്ടി എടുത്തിട്ടാണ്, ഈ ക്രഷറിൻ്റെ എന്തൊരു വണ്ടി എടുത്തിട്ടാണ് ഈ തെറ്റുപടുത്തി ഇവിടേക്ക് വന്നതാണ്. ഈ കാറിടിച്ച വണ്ടി മങ്ങാട് പമ്പിൽ നിലവിലുണ്ട്. രാത്രി സംഭവിച്ച കാര്യങ്ങളാണ്. ഇന്നലെ ആംബുലൻസിന് തീ കത്തിന്ന് ആംബുലൻസ് എടുത്ത് വലിച്ചിട്ട് മാറ്റി തീ വെള്ളം എടുത്ത് ഒഴിച്ച്, പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു, ഒഴിച്ച് തീ അണച്ചു. എന്തുണ്ടോ വാശിയുണ്ടോ എന്നൊന്നും അറിയില്ല. ഓണറോടൊന്നും ഒരു വാശി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. നമുക്കൊപ്പം എ കെ അഭിലാഷ് ഉണ്ട്. എ കെ അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എ കെ അഭിലാഷ്, ഈ വെളിമണ്ണ സ്വദേശിയായ ചെറുപ്പക്കാരൻ എന്താണ് കാണിച്ചു കൂട്ടിയത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ഇയാൾക്ക് പ്രശ്നം? എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഡോക്ടർ അരുൺ, സംഭവം ഗൗരവമുള്ളതാണ്. പക്ഷേ വിചിത്രവും അതോടൊപ്പം തന്നെ കൗതുകകരമാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ ചുങ്കത്ത് വെച്ച് അവിടെ നിന്ന് ഒരു ഇരുചക്ര വാഹനമാണ് ആദ്യമായി ഇയാൾ മോഷ്ടിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ മുതൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നു. അവിടെ വെച്ച് ഒരു പിക്കപ്പ് വാൻ അവിടുന്ന് മോഷ്ടിച്ച് കടന്നു കളിയാണ്. അതിന് പിന്നാലെയാണ് ഈ വെള്ളിമണയിൽ വെച്ച് ഒരു വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന കാർ ഇടിച്ച് അത് തകർക്കുന്നു. അതിനുശേഷം അത് തൊട്ടടുത്തുണ്ടായിരുന്ന വെളിച്ചെണ്ണ മില്ലിനും തീ കൊടുത്ത് കത്തിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ആംബുലൻസും തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീട്ടുകാരൊക്കെ എഴുന്നേറ്റ് വന്ന് ഇതൊക്കെ തീ അണയ്ക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഇയാൾ മറ്റൊരു വീട്ടിലെത്തി അവിടെ ഉണ്ടായിരുന്ന ഒരാളെ മർദ്ദിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും ആളുകൾ കൂടിയിരുന്ന ആ സമയത്ത് തന്നെ ഇയാൾ ഈ വാഹനവും എടുത്ത് അവിടുന്ന് വീണ്ടും കടന്നു കളയുകയാണ്. അതിനുശേഷം ഇദ്ദേഹം ഓമശ്ശേരി മങ്ങാടുള്ള പെട്രോൾ പമ്പിന് സമീപത്ത് എത്തുന്ന ഘട്ടത്തിൽ ഇയാളുടെ വാഹനത്തിന്റെ ടയർ പഞ്ചറാവുന്നു. അവിടെ നിന്ന് മറ്റു പല വാഹനങ്ങൾ ഇയാൾ പരിശോധിക്കുകയും അതിൽ നിന്ന് ഒരു വാഹനം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അവിടെ നിന്ന് ഒരു പിക്കപ്പ് വാനാണ് കിട്ടിയിരിക്കുന്നത്. ആ പിക്കപ്പ് വാൻ എടുത്ത് ഇയാൾ വീട്ടിലേക്ക് മടങ്ങി. വെളിമണ്ണയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലെ പോർച്ചിൽ അവിടെ വെച്ചു. അദ്ദേഹം അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ ഇത് ഏതെങ്കിലും തരത്തിലായ ആരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചെങ്കിലും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് CCTV ദൃശ്യങ്ങൾ അടക്കം കിട്ടിയതിന് ശേഷമാണ് ഇയാൾ വെളിമണ്ണ സ്വദേശിയായ അബ്ദുൾ റസാഖാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇയാളുടെ ഫോൺ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ നേരത്തെ ബാംഗ്ലൂരിലായിരുന്നു. ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി ചില സൂചനകൾ പോലീസിന്റെ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇയാളെ കസ്റ്റഡി എടുത്തതിന് ശേഷം മാത്രമേ മറ്റു വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇയാളുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന വീട്ടിന്റെ മുൻഭാഗത്ത് നിർത്തിയിരുന്ന കാറാണ് ഇടിച്ചു തകർത്തത്. അതിന് സമീപത്തുണ്ടായിരുന്ന വെളിച്ചെണ്ണ മണ്ണിലാണ് തീ കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.